നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ക്ഷേത്രത്തിൽ വന്നതാണല്ലേ, നന്നായി. സിദ്ധിമതി എങ്ങനെ കാറിൽ വന്നു? ഭദ്രേത്ത് മനയിലെ ഭദ്രൻ മൂസിനെ ചെന്ന് കണ്ട് അപേക്ഷിക്കാനാ ഞാൻ പോയത്. മാന്ത്രികനും താന്ത്രികനും വൈദ്യനുമാ അദ്ദേഹം. ആ വഴി കുറേ ദൂരം നടന്നപ്പോ എന്റെ കാലുകൾക്ക് നീര് വന്നു. വഴിയിൽ കുറച്ചു നേരം ഇരുന്നപ്പോ ദേവി കൂട്ടിക്കൊണ്ടു വന്ന പോലെ മോളുടെ ഭർത്താവ് അവിടെ വന്നു. കാര്യങ്ങളൊക്കെ ഞാൻ മോനോട് പറഞ്ഞു. എന്നെയും കൂട്ടി നേരെ തിരുമേനിയുടെ മനയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ചേച്ചിയെ ചികിത്സിക്കാന്ന് സമ്മതിച്ചോ? കുട്ടിയെ കൊണ്ടുചെല്ലാൻ തിരുമേനി പറഞ്ഞു. ഇന്ന് തന്നെ മനയിലേക്ക് പോകണം. ഇനി ഒരു ദിവസം പോലും വൈകാൻ പാടില്ല. വലിയ ശിവഭക്തരവര്. പെരുവണ്ണാപുരം പുഴയ്ക്കക്കരയാ പേരുകേട്ട ആ മന. ലക്ഷ്മി വീട്ടിലെത്തുമ്പോ അവര് പോകാൻ റെഡിയായിട്ടിരിപ്പുണ്ടാവും. സിദ്ധിമുത്തി മനയിൽ വെച്ച് തന്നെ പ്രഭയങ്കലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ ക്ഷേത്രത്തിലാണെന്നുള്ള വിവരം അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എങ്ങനെയാ സിദ്ധിമുത്തിയോട് ഞാനിതിന് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ചേച്ചിയുടെ കാലുകൾ മുറിച്ചു മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊന്നും സംഭവിക്കില്ല. എന്റെ ലച്ചുമോളുടെ പ്രാർത്ഥനകളൊന്നും ദേവി കേൾക്കാതെ പോവില്ല. പെരുവണ്ണാപുരത്തമ്മയുടെ കുഞ്ഞല്ലേ നീ. കുഞ്ഞിന്റെ സങ്കടം മാറ്റിക്കൊടുക്കേണ്ടത് അമ്മ തന്നെയല്ലേ. ഇനി ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അവരുടനെ പുറപ്പെടുകയല്ലേ. സിദ്ധിമുത്തിയെ ഞാൻ കൊണ്ടുവിടാം. കാല് വയ്യാത്തല്ലേ. വേണ്ട മോനെ, മോനെ എത്രയും വേഗം ലച്ചുമോളെ വീട്ടിലെത്തിക്കേ. ഞാൻ നടന്നു പോയിക്കൊള്ളാം. ചേച്ചിയുടെ ചികിത്സ നടക്കുമ്പോ സിദ്ധിമുത്തി മനയിലേക്ക് വരണേ. വരാം മോളെ. തിരുമേനിക്ക് ഞാൻ കുറച്ചു മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. എന്നാ വൈകണ്ട, രണ്ടുപേരും ചെന്നാട്ടെ. ദീർഘസുമംഗലീ ഭവ. ശരി മോളെ. സിദ്ധിമുത്തിയുടെ പരീക്ഷണത്തെ പറ്റി എന്നോട് അവര് പറഞ്ഞു. സ്വാതി നടക്കുമെന്ന് അവര് ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങളൂടെ ആ മനയിലേക്ക് പോയോ? ഇല്ല, സിദ്ധിമുത്തി എന്നെ കാറിലിരുത്തിയിട്ടാ പോയത്. ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന എന്ന പ്രതീതി മോസിന് തോന്നാതിരിക്കാനാവും. നീ കാറി കയറ്, നിന്നെ ഞാൻ തച്ചിലെടുത്ത് കൊണ്ടുവിടാം. നിങ്ങളെ കണ്ട ചേച്ചി പിന്നെ ചികിത്സയ്ക്ക് തയ്യാറായിന്ന് വരില്ല. നീ കേറ്. എന്റെ അവസ്ഥ എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കൂടി എന്നെ അകറ്റി നിർത്തരുത്. എന്റെ ഏക ആശ്വാസം നീയാ ലക്ഷ്മി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.